ഈ 54 ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് പറയുന്നത് ആരാ? അതാലോചിക്കണം. BJP ആണ്. BJPയുടെ പാർലമെന്റ് അംഗമാണ്, ലോക്സഭയിലെ അംഗമാണ്, പ്രധാനപ്പെട്ട ഒരാളാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തെ ഈ ദൗത്യം ഏൽപ്പിക്കത്തില്ലല്ലോ, ഈ പത്രസമ്മേളനം നടത്താൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തത്തില്ലല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പം അദ്ദേഹം ഈ 54 മണ്ഡലങ്ങളിലെ ക്രമക്കേടുകളെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? 2024 തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക സർവത്ര ക്രമക്കേടായിരുന്നു എന്നല്ലേ, സർവത്ര അബദ്ധ പഞ്ചാംഗമായിരുന്നു എന്നുള്ളതല്ലേ? അത്തരത്തിലൊരു വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ ജയിച്ചു വന്നവർക്ക് പാർലമെന്റിൽ ഇരിക്കാൻ, അല്ലെങ്കിൽ ആ പാർലമെന്റിൽ കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ, മന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിട്ടും ഇരിക്കാൻ എന്ത് അവകാശമാണ് ഉള്ളത്? ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞ കണക്കല്ല, അദ്ദേഹം ഒറ്റ മണ്ഡലത്തിലെ കണക്കാണ് പറഞ്ഞത്. ബാക്കി ഡിജിറ്റൽ കണക്ക് തന്നാൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അത് കൊടുക്കത്തില്ലല്ലോ, അത് BJPക്ക് മാത്രമല്ലേ കിട്ടത്തുള്ളൂ. അപ്പൊ BJP പറയുന്നു 54 മണ്ഡലങ്ങളില് സർവത്ര കുഴപ്പമായിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെ സാധുവാകും? നമുക്കത് ചോദിക്കാമല്ലോ. ഇത് ചോദിച്ചാൽ രാഷ്ട്രീയക്കാർക്ക് ആർക്കും ഇഷ്ടപ്പെടത്തില്ല, കോൺഗ്രസിന് ഇഷ്ടപ്പെടത്തില്ല, BJPക്ക് ആർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ നമുക്ക് ചോദിക്കാം, അത്തരത്തിലൊരു വോട്ടർ പട്ടിക 54 എണ്ണത്തിലെ കണക്ക് BJP എടുത്തതേ ഉള്ളൂ, അത് മുഴുവൻ സർവത്ര അബദ്ധമാണെന്ന് പറയുമ്പോൾ മറ്റു മണ്ഡലങ്ങളിലെ കാര്യം എന്താ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കുക ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? പെട്ടെന്നൊരു അസാധ്യമായ കാര്യമായിട്ട് തോന്നുന്നു. പക്ഷെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് നമ്മുടെ വോട്ടർമാര്. പ്രായപൂർത്തി വോട്ടവകാശം സിദ്ധിച്ചവരാണ് വോട്ട് ചെയ്യുന്നത്. അവരുടെ വോട്ടിൽ ഭൂരിപക്ഷം കിട്ടുന്നവരാണ് ജയിക്കുന്നത്. അങ്ങനെ ഭൂരിപക്ഷം കിട്ടുന്ന കക്ഷിയോ മുന്നണിയാണ് ഭരിക്കുന്നത്. അപ്പൊ ഈ അടിസ്ഥാന സംഭവം എന്തുവാ? അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടികയാണ്. ഈ വോട്ടർ പട്ടിക മുഴുവൻ അബദ്ധമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ആ വോട്ടർ പട്ടിക ഉപയോഗിച്ച് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർക്ക് എങ്ങനെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാൻ സാധിക്കും? ആ ചോദ്യം ന്യായമല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പം ഈ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിയിട്ട് വേറെ തെരഞ്ഞെടുപ്പ് നടത്തണം. അതിനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. ഇത് പറഞ്ഞത് BJP ആണ്. ഈ 54 മണ്ഡലങ്ങളിലെ കുഴപ്പങ്ങളുണ്ടെന്ന് അവർ നോക്കിയത് ഒരുപക്ഷെ പ്രതിപക്ഷ കക്ഷികളുടെ മണ്ഡലങ്ങൾ മാത്രമായിരിക്കും. പ്രതിപക്ഷ കക്ഷികളുടെ മണ്ഡലത്തിൽ മൊത്തം കുഴപ്പം, മറ്റേ മണ്ഡലങ്ങളിൽ കുഴപ്പമില്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മള് ഈ ബംഗളൂർ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് കണ്ടെത്തിയത് എന്താ? ഞെട്ടിക്കുന്ന ഒരു വോട്ട് കൊള്ളയല്ലേ. അപ്പൊ നമ്മുടെ അനുരാഗ് തോക്കൂർ എന്താ ചെയ്യേണ്ടത്? നമ്മളെപ്പോലൊരു സാധാരണ പൗരനല്ല, വോട്ട് കിട്ടി ജയിച്ചു വന്ന MP ആണ്. അപ്പൊ അദ്ദേഹം ഒരു സത്യപ്രതിജ്ഞ സഹിതം ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പില് ഒരു പരാതി നൽകണം, ഒരു അഫിഡാവിറ്റ് നൽകണം. ഞാൻ ഈ 54 മണ്ഡലങ്ങളിലെ വോട്ടുകൾ പരിശോധിച്ചു. അതിലെ വയനാട്, റായ്ബറേലി, ഡയമണ്ട് ഹാർബർ, കനൌജ് അടക്കം ഈ മണ്ഡലങ്ങളെല്ലാം സർവത്ര കള്ളവോട്ടാ, അല്ലെങ്കിൽ വ്യാജ വോട്ടാ, ഇരട്ട വോട്ടാ, ഒരഡ്രസ്സിൽ നിരവധി വോട്ടുകളാ, ഇത് മുഴുവൻ പെശക എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പില് സത്യപ്രതിജ്ഞ സഹിതം, രാഹുൽ ഗാന്ധിയോട് നിങ്ങളതാണല്ലോ ചോദിച്ചുകൊണ്ടിരുന്നത്, എന്തുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞ നടത്തി ഈ പരാതി കൊടുക്കുന്നില്ല എന്നാണല്ലോ. അത് ആവശ്യമാണോ ആവശ്യമല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. നിങ്ങൾ തന്നെ ഈ ഇഷ്യൂ ഉന്നയിക്കുമ്പോൾ, ഈ ചട്ടത്തെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സത്യപ്രതിജ്ഞ ചെയ്തിട്ട് അനുരാഗ് താക്കൂർ ഇലക്ഷൻ കമ്മീഷന് പരാതി സമർപ്പിക്കട്ടെ ഈ 54 മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ. ഇനി 54 മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ജയിച്ചെടുത്ത് മാത്രമേ ഈ പ്രശ്നമുള്ളെങ്കിൽ എന്ത് നന്നായി. നമുക്ക് അവരെ മുഴുവൻ കൂട്ടത്തോടെ സഭയിൽ നിന്ന് പുറത്താക്കാമല്ലോ, അയോഗ്യരാക്കാമല്ലോ. ബാക്കിയുള്ളവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാം, വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി നമുക്ക് അവിടുന്ന് ജയിച്ചു കയറി വരാം, അതിന് ശ്രമിക്കാം. അതല്ലേ നല്ല വഴി. കാരണം ഇക്കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് രാഹുൽ ഗാന്ധി ആവട്ടെ, അനുരാഗ് താക്കൂർ ആവട്ടെ, വോട്ടർ പട്ടികയെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ഇവരെല്ലാം നല്ല ഉത്തരവാദിത്വബോധത്തോടെ ഉന്നയിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പൊ അതിന്റെ മറുപടി പറയേണ്ടത് ആരാ? ഇലക്ഷൻ കമ്മീഷനാണ്. കാരണം അനുരാഗ് താക്കൂർ പറയുന്ന ഈ 54 മണ്ഡലങ്ങളിലോ അല്ലെങ്കിൽ ബാംഗ്ലൂർ സെൻട്രൽ മണ്ഡലത്തിലോ ഒന്നും വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസോ BJP ഒന്നും അല്ല, സമാജ്വാദി പാർട്ടിയോ തൃണമൂൽ കോൺഗ്രസോ ഒന്നും അല്ല. അത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വമാണ്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ഇടപെടാൻ രാജ്യത്തെ ഒരു പ്രതിപക്ഷ പാർട്ടിക്കും സാധിക്കില്ല. പത്രിക സംബന്ധിച്ച് പരാതികളുണ്ടെങ്കിൽ കൊടുക്കാം, അത് വ്യക്തികൾക്കും കൊടുക്കാം, പാർട്ടിക്കും കൊടുക്കാം. അതല്ലാതെ നേരിട്ട് ഇലക്ഷൻ കമ്മീഷൻ സ്വാധീനിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്വാധീനം നടക്കണമെങ്കിൽ ഇലക്ഷൻ കമ്മീഷനും ഏതെങ്കിലും ഒരു പാർട്ടിയുമായിട്ട്, അത് ഭരണകക്ഷിയല്ലാതെ ആർക്കും സാധിക്കില്ല, ഇലക്ഷൻ കമ്മീഷനും BJPയുമായിട്ടൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആക്ഷേപങ്ങൾക്ക് കാരണമായ കാര്യങ്ങൾ സംഭവിക്കാം. പത്രികയിൽ
തകരാറുണ്ടാവാം. കോൺഗ്രസ് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷനും ബി ജെ പിയുമായിട്ടൊരു ഗൂഢാലോചന നടത്തി ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്നതിനാവശ്യമായ രീതിയിൽ പത്രികയിൽ കൃത്രിമം നടത്തി എന്നാണ്. അതാണ് പ്രശ്നം. അതാണ് അന്വേഷിക്കേണ്ടത്. ആ അന്വേഷണത്തിന് വേണ്ടി അനുരാഗ് താക്കൂർ ഒരു പരാതി നൽകട്ടെ. അപ്പൊ എല്ലാം അന്വേഷിക്കട്ടെ, എല്ലാ മണ്ഡലങ്ങളിലുള്ള അന്വേഷിക്കട്ടെ. ഒരു കാര്യം വ്യക്തമാണല്ലോ, റായ്ബറേലിയിലെ രാഹുൽ ഗാന്ധി, വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി, കനൌജിൽ അഖിലേഷ് യാദവ്, അതുപോലെ തന്നെ ഡയമണ്ട് ഹാർബറിൽ അഭിഷേക് ബാനർജി, ഇവരൊക്കെ പ്രതിപക്ഷ നേതാക്കളാ, ബി ജെ പി ശക്തമായിട്ട് എതിർക്കുന്നവരാ. ഇവരൊക്കെ ജയിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ആ പാർട്ടികളുമായിട്ടോ ഈ സ്ഥാനാർത്ഥികളുമായിട്ടോ ഒരു ഗൂഢാലോചന നടക്കത്തില്ലല്ലോ. അത് സംശയമില്ലാത്ത കാര്യമല്ലേ. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. കനൌജില് അഖിലേഷ് യാദവിന്റെ ഭൂരിപക്ഷം 1,71,000 വോട്ട്. അതുപോലെ ഡയമണ്ട് ഹാർബറില് അഭിഷേക് ബാനർജി എത്ര വോട്ടാണ് ജയിച്ചെന്നറിയാമോ? കേൾക്കുമ്പോൾ ഞെട്ടരുത്. 7,11,000 വോട്ട്. 7,11,000 വോട്ടിന് 70 വോട്ടിന്റെ കുറവേ ഉള്ളൂ. ഈ വ്യത്യാസത്തിലാണ് അഭിഷേക് ബാനർജി അവിടെ ജയിച്ചത്. അവിടേക്ക് എന്തോ സംശയാസ്പദ വോട്ടുകൾ കണ്ടെത്തി എന്നാണ് നമ്മുടെ അനുരാഗ് താക്കൂർ പറയുന്നത്. നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത നിലനിർത്തണം, ഭരണഘടന സംരക്ഷിക്കണം. അതിനിപ്പോ ഈ അനുരാഗ് താക്കൂറിന്റെ ആക്ഷേപങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തില് ഒന്നാമത് അദ്ദേഹം ചെയ്യേണ്ട കാര്യം, സത്യപ്രതിജ്ഞയോടുകൂടി ഈ 54 മണ്ഡലങ്ങളില് വോട്ടർ പട്ടികയിൽ ഈ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ഇത് മറ്റ് മണ്ഡലങ്ങളിലും ക്രമക്കേട് നടന്നിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഈ 2024 വോട്ടർ പട്ടിക ഒരു സമഗ്ര അന്വേഷണത്തിന്, പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഒരു റിക്വസ്റ്റ് കൊടുക്കണം, ഒരു അപേക്ഷ കൊടുക്കണം. ഇനി അത് പറ്റത്തില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടും വിഷമിക്കൊന്നും വേണ്ട. ഈ 543 മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടികയുടെ ഒരു ഡിജിറ്റൽ രൂപം, ഇലക്ട്രോണിക് വോട്ടർ പട്ടിക, അത് നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് കൊടുത്താൽ മതി. അദ്ദേഹം ചെയ്തോളും. അദ്ദേഹം ജോലി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുകയാണെന്ന് മനസ്സിലായില്ലേ? അനുരാഗ് താക്കൂറിനോട് എനിക്കൊരു ചെറിയ പരാതിയേ ഉള്ളൂ. വാരണാസിയുടെ കാര്യം കൂടെ ഈ 54-നൊപ്പം 55-ാമത്തെ മണ്ഡലമായിട്ട് ചേർത്തിരുന്നെങ്കിൽ ആളുകളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാകുമായിരുന്നു. കാരണം 2019 തെരഞ്ഞെടുപ്പില് 4,79,000 പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മോദിജി ജയിച്ച സ്ഥലമാ ഈ വാരണാസി. 4,79,000 മേലെ. 2024 എത്ര കിട്ടിയത് ഭൂരിപക്ഷം? 1,52,513 വോട്ടായിട്ട് അതങ്ങ് കൂപ്പുകുത്തി. വാരണാസിയിലെ വോട്ടർ പട്ടികയുടെ വിശദാംശങ്ങളും അങ്ങ് ഈ 55-ാമത്തെ ഒരു മണ്ഡലമായിട്ട് കരുതി ഈ റിപ്പോർട്ടിൽ ചേർത്തിരുന്നെങ്കിൽ പറഞ്ഞല്ലോ കൂടുതൽ വിശ്വാസ്യത കൈവരുമായിരുന്നു. ഠാക്കൂർജി പ്ലീസ് ഒരു കാര്യം മറക്കരുത്. അങ്ങ് ഇത്രയും ചെയ്തു, ഒരു വലിയ കാര്യമാണ്. 54 മണ്ഡലങ്ങളിലെ കണക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത് ഇത് സംബന്ധിച്ചൊരു പരാതി നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കണം. നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പുകൾ കുറ്റമറ്റതാക്കാൻ അത് സഹായിക്കും. പ്ലീസ്.